കേരള ജനറൽ അസംബ്ലിയിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് 2023 JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഒരു അവലോകനം. തീർച്ചയായിട്ടും ആ റിപ്പോർട്ടിനെ കുറിച്ച് പിതാവ് എങ്ങനെ നോക്കിക്കാണുന്നു? JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നാളിതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ആദ്യം സർക്കാർ ചെയ്യാനുള്ളത് ആ റിപ്പോർട്ട് പൊതുജന സമക്ഷം അത് പ്രസിദ്ധീകരിക്കുക. അതിലെന്താണ് ആ കമ്മീഷൻ്റെ കണ്ടെത്തലുകൾ, ശുപാർശകൾ എന്ന് പൊതുസമൂഹം ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ചില വാർത്തകൾ പത്രമാധ്യമങ്ങളിൽ വരുന്നതായിട്ട് മനസ്സിലാക്കുന്നു. ആ കമ്മീഷൻ റിപ്പോർട്ടിൽ, പ്രസിദ്ധീകരിക്കാത്ത കമ്മീഷൻ റിപ്പോർട്ടിൽ ഏതാനും ശുപാർശകൾ അതാത് സർക്കാർ വകുപ്പുകൾ നടപ്പിലാക്കി എന്നുള്ള രീതിയിൽ, നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഏത് ശുപാർശയാണ് നടപ്പിലാക്കിയത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തത ഇതുവരെയും ലഭിച്ചിട്ടില്ല. അപ്പോൾ തീർച്ചയായും ഇത്രയും കാലതാമസം എന്തിനാണ് എന്നുള്ളതൊട്ടും മനസ്സിലാകുന്നില്ല. ഇപ്പോൾ സ്വാഭാവികമായും എന്തോ ശുപാർശകളെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെ സമാഗതമാകുന്ന നിയമസഭാ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ഉള്ളൊരു സ്റ്റണ്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായും ഈ ജനസമൂഹത്തോട്, ന്യൂനപക്ഷങ്ങളോട് താല്പര്യമുള്ള ഒരു ഗവൺമെൻറ് ആണെങ്കിൽ ആ കമ്മീഷൻ്റെ ശുപാർശകൾ അതിന് മുമ്പായിട്ട് തന്നെ കമ്മീഷൻ്റെ റിപ്പോർട്ട് മൊത്തത്തിൽ പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഇനി അഥവാ എന്തെങ്കിലും ശുപാർശകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് ശുപാർശയാണെന്നോ, എവിടെ ചെയ്തെന്നോ, ആർക്ക് വേണ്ടി ചെയ്തെന്നോ, എത്രമാത്രം ചെയ്തെന്നോ എന്നുള്ള വ്യക്തത അഫക്റ്റഡ് ആയിട്ടുള്ള ജനസമൂഹത്തിന് മനസ്സിലാകുന്ന രീതിയിൽ അത് അവതരിപ്പിക്കപ്പെടണം. അപ്പം മൊത്തത്തിൽ പറയുവാനുള്ളത്, ബന്ധപ്പെട്ട അധികാരികൾ ഈ കാര്യത്തിൽ കുറേയും കൂടി ശുഷ്കാന്തി കാണിക്കുകയും ആത്മാർത്ഥത കാണിക്കുകയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. നമ്മൾ അത് എത്രയും വേഗം ചെയ്യും എന്ന് പ്രതീക്ഷിക്കുകയാണ്, അതിനു വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ അത് പ്രസിദ്ധീകരിച്ചാൽ എന്തായിരിക്കും നിലപാട്? ആദ്യം അതിനകത്തുള്ള കാര്യങ്ങൾ ഗ്രഹിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ പ്രതികരണങ്ങളും കൂടുതൽ അതിനെക്കുറിച്ചുള്ള കമൻറ്റുകളും വേണ്ടി വന്ന സജഷൻസും ഒക്കെ പറയാനായിട്ട് സാധിക്കും. അതിനൊക്കെ നമുക്ക് സമയം ഉണ്ടാവും? ഒരു പുതിയ ഇലക്ഷൻ വരാൻ പോവുമല്ലേ? എനിക്ക് തോന്നുന്നില്ല ഒരു ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് അതിന് വേണ്ടത്ര സമയം കിട്ടുമോ എന്നറിയില്ല. എങ്കിൽ തന്നെയും ഇത് പ്രസിദ്ധീകരിച്ചു എന്ന് ബന്ധപ്പെട്ട അധികാരികൾക്കും പറയാം. അത് പ്രസിദ്ധീകരിച്ചതിൻ്റെ പകർപ്പ് വായിക്കാനുള്ള ഭാഗ്യമെങ്കിലും നമ്മുടെ ആളുകൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് ഒരു പ്ലസ് പോയിൻ്റാണ്.